ഹലോ, നമുക്ക് ഇതുപോലെ പഴയ റേഡിയോകൾ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടായിരിക്കും. ഈ ബാറ്ററി ഇടുന്ന ടൈപ്പ് റേഡിയോ. പുതിയ റേഡിയോയ്ക്കൊക്കെ ചാർജബിൾ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഇതുണ്ടോ, ഒരു അഡാപ്റ്റർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് 4.5-ൻ്റെ. പിന്നെ AC ഒന്നും ഇതിനെ കുത്തി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കത്തില്ല. അഡാപ്റ്ററും പുറത്ത് നമുക്ക് ബാറ്ററി ഇടാം, ഡിസ്പോസിബിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ റേഡിയോ നമുക്ക് ഇങ്ങനെയുള്ള റേഡിയോകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലുള്ള റേഡിയോകൾ പുതിയ റേഡിയോക്കകത്തെല്ലാം മിക്കവാറും തന്നെ റീചാർജബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കുക എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണെന്ന്. ഇത് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഇതുപോലൊരു സാംസങ്ങിൻ്റെ ടൈപ്പ് ഒരു സോക്കറ്റ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ ചീപ്പ് റേറ്റാണ്. നമ്മുടെ അഡാപ്റ്ററിന് ഇതിങ്ങനെ സ്യൂട്ടാകുന്ന ടൈപ്പാണ്. നമുക്ക് എല്ലാവർക്കും ഈ അഡാപ്റ്റർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ നമുക്ക് ആവശ്യമില്ല. ഈ സോക്കറ്റ് മതി. പിന്നെ ഇതുപോലൊരു 18 ലിഥിയം ബാറ്ററി ഒരെണ്ണം 3.7. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഇതുപോലൊരു ചെറിയ മൊഡ്യൂൾ, ചാർജിങ് മൊഡ്യൂൾ. ഇത് ഈ ലിഥിയം ബാറ്ററിയുടെ 18 ബാറ്ററിയുടെ മൊഡ്യൂൾ ടൈപ്പ് 2-3 ടൈപ്പ് വരുന്നുണ്ട്. ഇതും നമുക്ക് ഓൺലൈനിൽ വളരെ വില കുറവാണ്. നമുക്ക് ലോക്കൽ മാർക്കറ്റിലും ഇത് അവൈലബിളാണ്. ഇതിൻ്റെ ഒരു ഓവർ ചാർജ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു സർക്യൂട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. അത് നമ്മൾ അഡാപ്റ്റർ രണ്ട് വരുന്ന സപ്ലൈയുടെ മൈനസ് പ്ലസ്, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ്. ആകെ 4 കണക്ഷൻ കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് കേട്ടോ. ഈ 3 സാധനം കൊണ്ട് നമുക്കിത് മോഡിഫൈ ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ ഏത് പഴയ റേഡിയോയും, ഒരു 4.5 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്ന ഏത് റേഡിയോയും. ഞാൻ ഈ റേഡിയോ ഒന്ന് അഴിച്ചിട്ടുണ്ടേ. നമ്മുടെ റേഡിയോ ഇതിൻ്റെ നമുക്ക് ബാക്ക് ക്യാബിൻ മതി. ഈ ബാക്ക് ക്യാബിൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ നമുക്ക് ഈ ബാറ്ററി എന്നുള്ള സപ്ലൈ വയർ മാത്രം ഒന്ന് വിടിയിപ്പിച്ചിട്ട് ഇട്ടാൽ മതിയേ. അത് ഞാൻ നേരത്തെ വിടിയിപ്പിച്ചിട്ടുണ്ട്. ഇതിവിടെ നമ്മുടെ ഈ PCBയിൽ തട്ടാതെ ഒന്ന് ബോഡിയായിട്ടൊന്ന് നമ്മൾ അടയ്ക്കുമ്പം, കവർ അടയ്ക്കുമ്പം തട്ടാത്ത വിധത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്ക് ക്യാബിന് ഏതാണ്ട് ഈ പൊസിഷനിൽ നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് അവിടെ ഇരിക്കും. ഈ സോൾഡറിങ്ങാണ് ഞാൻ ഉപയോഗിക്കുന്നത് തുളയ്ക്കാൻ. ഇത് വളരെ എളുപ്പമായി നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ പ്ലാസ്റ്റിക് ഇളകുന്നതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് സീറ്റായിട്ട് അവിടെ ഇരുന്നോളും. അല്ല, കറക്റ്റായിരിക്കും. ഇതുപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് ആ പ്ലാസ്റ്റിക് ഉരുകി അത് ചേരുന്നതുകൊണ്ടേ നല്ല സെറ്റപ്പായിട്ടിരിക്കും. ശകലം ഗമ്മൂടെ പുറകിൽ നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അടിപൊളിയായിട്ട് ഇരുന്നോളും. ഫെവിക്കിക്ക് പറ്റും. ഇനി നമുക്ക് PCB എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ആർക്കാണെങ്കിലും ഇലക്ട്രോണിക്സ് പഠിച്ചവരൊന്നൊന്നുമില്ല. ഇലക്ട്രോണിക്സ് പഠിക്കാത്തവർക്കും ചെയ്യാനുള്ളൊരു സിമ്പിൾ കാര്യമുള്ളൂ. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഉണ്ടോ, അതിൻ്റെ പോസിറ്റീവ് റെഡ് വയർ, നെഗറ്റീവ് ഗ്രീൻ വയർ, അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കളർ കോഡിൽ അത് കിട്ടത്തുള്ളൂ. അതിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ബാറ്ററിയുടെ കണക്ഷനിൽ ബാറ്ററി നമുക്കൊരു നല്ല ആ ഭാഗത്ത് ആ ഒരു പൊസിഷനിൽ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അടിയിൽ വെച്ചിട്ട് ഗമ്മിട്ട് കൊടുത്താൽ മതി. ഇനി 2 സൈഡിൽ വരുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു വയർ നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. വെള്ള നെഗറ്റീവായിട്ടും ഗ്രേ വയർ പോസിറ്റീവായിട്ടും കൊടുത്ത്, പിന്നെ ഗ്രേ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കൊടുത്തു. നിങ്ങൾക്ക് പഴയ റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വളരെയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആഴ്ചകളോളം ബാക്കപ്പ് കിട്ടുന്ന നല്ല ബാക്കപ്പ് കിട്ടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റീചാർജ് റേഡിയോ. ഈ ബാറ്ററിയും വേണ്ട, നമുക്ക് അഡാപ്റ്ററും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഈ ചാർജിങ് മൊബൈൽ ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ നമുക്ക് വീട്ടിലുള്ളതുകൊണ്ട് ഈ കാര്യം നടക്കും. ഇതിൻ്റെ നമ്മുടെ ബാറ്ററിയുടെ പുറകിലത്തെ ക്യാബിനിലോടുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് വയറാണ്. നേരെ ബാറ്ററിയിലോട്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. നമ്മുടെ കണക്ഷൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഈ അഡാപ്റ്റർ കുത്തിയിട്ടുണ്ട്, ചാർജർ കുത്തിയിട്ടുണ്ട്. ഇതിന് ചാർജ് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, 3.9 4 വോൾട്ട് ഇത് ചാർജ് കയറുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് പതിയെ ചാർജ് കയറത്തുള്ളൂ. 4.2 വരുമ്പം ഇത് ഓവർ ചാർജ് പ്രൊട്ടക്ഷനാണ്.
വളരെ നീറ്റായിട്ട് ഈ 3 സാധനം വെച്ച് ഇങ്ങനെ വയറൊക്കെ ഒന്ന് ഒതുക്കി നിങ്ങളുടെ ഒരു ഐഡിയക്ക് സെറ്റപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് നൈസായിട്ടും കൊടുത്താൽ മതി. ഇതാകുമ്പോൾ PCBയിൽ എങ്ങും വന്ന് എങ്ങനെയെങ്കിലും ടച്ചാകാതിരുന്നുള്ളൂ. ഞാൻ ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അഡാപ്റ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ റീചാർജ് ബാറ്ററിയിലാണ്. ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ തുകയുടെ ഒരു നമ്മുടെ ബാറ്ററി അറിയിക്കുന്നത്, അത് ബാക്കി അവർ അടയ്ക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ടൈപ്പ് റേഡിയോ ഒന്നുമില്ല, നമുക്ക് ഏത് റേഡിയോ വേണമെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ഒരു ഐഡിയക്ക് ഈ 3 സാധനം മേടിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.